Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ചേലക്കരയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് നേരിട്ട് നിവേദനം സമർപ്പിച്ചു. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ജനപ്രതിനിധികൾ CCVയോടായി പ്രതികരിച്ചു. ചേലക്കര, ഉദുവടി, കിള്ളിമംഗലം തുടങ്ങി സമീപ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് പാഞ്ഞാൾ പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചു. മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായി ധരിപ്പിച്ചതായും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും ഇവർ CCVയോട് പറഞ്ഞു. സ്വാഭാവികമായി നിരന്തരം ആന ഇറങ്ങുമ്പോൾ രാത്രികാലങ്ങളായാലും പകൽ സമയങ്ങളിലായാലും മെമ്പർമാരെന്ന രീതിയിലും ഒരു നാടിൻ്റെ ആളുകളെന്ന രീതിയിലും നമ്മൾ സ്ഥിരം അവിടെ സന്ദർശിക്കാറും നമ്മൾ അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു വാർത്ത വന്നിരുന്നു, മെമ്പർ സന്ദർശിച്ചില്ല, ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് നോക്കിയില്ല എന്നുള്ളൊക്കെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. വാർത്ത പ്രചരിച്ചത് കൊണ്ട് മറുപടി പറയുന്നതല്ല. സ്വാഭാവികമായും നമ്മൾ കാലങ്ങളായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇടപെടാറുള്ള ആളുകളെന്ന നിലയിൽ നമ്മൾ പോയിരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അതുപോലെ ഫോറസ്റ്റ് അവരെ ഓഫീസറെ വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. അവർ വന്ന് നോക്കുകയും അതിൻ്റെ നഷ്ടങ്ങൾ വിലയിരുത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. എന്തടിസ്ഥാനത്തിലാണോ വ്യാജവാർത്ത വന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ ഫെൻസിങ് തകർത്തു വരുന്ന ഭാഗങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസർമാർ ഇടപെടുന്നില്ല എന്നുള്ളതല്ല പരാതി. ഫെൻസിങ് തകർത്ത ഭാഗങ്ങളിൽ വരുന്ന സമയങ്ങളിലാണ് വളരെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഫെൻസിങ് ഉള്ള സ്ഥലങ്ങളിൽ അവർ ധൈര്യമായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഫെൻസിങ് തകർക്കുന്ന മേഖലയിൽ ഒന്ന് വളരെ കൃത്യമായ ഒരു RRT പ്രവർത്തനം നിരീക്ഷണത്തിൽ ഉണ്ടാവണമെന്ന് ഉന്നയിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും അല്ല. അതെ, ഫസ്റ്റ് ദിവസം നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഫസ്റ്റ് ദിവസം രാവിലെ വിളിച്ചിരുന്നു, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുന്നു. അന്ന് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് തന്ന മറുപടി ആ കാട്ടിലെ 17 ആനയാണ് ലാസ്റ്റ് ഉള്ളതെന്നാണ് അവർ വിവരം തന്നത്. അതിനുശേഷം 2 ആന കടന്നുപോയി, 15 ആന ബാക്കിയുണ്ട്. അവരെ തുരത്താനുള്ള RRT പ്രവർത്തനവുമായിട്ട് കാട്ടിൽ ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ഫോറസ്റ്റ് ഓഫീസർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പിറ്റേ ദിവസം വീടിനടുത്ത പ്രദേശത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് രാവിലെ ഞാൻ പോവുകയും അതിൻ്റെ കാര്യങ്ങൾ നടത്തിയിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ച് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. വാർത്ത വന്നത് പിറ്റേ ദിവസമായിരുന്നു. വാർത്ത വന്നത് 2-ാം ദിവസം, വാർത്ത വന്നത് 2-ാമത്തെ ദിവസമായിരുന്നു. അതിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഉദുവടി മേഖലയിലായാലും ചെറങ്ങോണം മേഖലയിലായാലും മണലാടിയായാലും ഇറങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാരെത്തുകയും അവരുടെ നഷ്ടങ്ങൾ വിലയിരുത്തുകയും അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് ജനവാസ മേഖലകളിലെത്തി ചക്കയും മറ്റും ഭക്ഷിച്ച് മടങ്ങിയിരുന്ന ആനകൾ സമീപകാലത്തായി വ്യാപകമായി കൃഷിയും വീടുകളുടെ ചുറ്റുമതിലുകളും തകർക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയ്ക്ക് 100 മീറ്റർ മാത്രം ദൂരെയുള്ള വീടിന്റെ മതിലാണ് കാട്ടാന തകർത്തത്. വനംവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഇടപെട്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്നും സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉടൻ തന്നെ ഒരുക്കി നൽകുമെന്നും ഉറപ്പ് നൽകിയതായി ഇവർ വ്യക്തമാക്കി. കണ്ട സാഹചര്യത്തിൽ നമുക്ക് ഫെൻസിംഗ് ഇടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ഫണ്ട് അനുവദിക്കാം, അതിൻ്റെ കാര്യങ്ങൾ നടത്താമെന്നുള്ള തന്നെയാണ് അവിടുന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. വളരെ പരിതാപകരമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ വിളകൾ നശിപ്പിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വീടിനും ജനങ്ങൾക്കും ഭീഷണിയായിട്ടാണ് ആന വീടിൻ്റെ ചുറ്റുമതിലൊക്കെ തകർത്ത് ഇറങ്ങി വീടിനോട് സമീപത്തൊക്കെ വന്നു പോയിട്ടുള്ളത്. അതിൽ ആ സമയങ്ങളിൽ രാത്രി 2 മണി എന്നുള്ള സമയമായതുകൊണ്ട്
ജനത്തിന് വളരെ ദ്രോഹമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷെ അതിന് സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അടിയന്തരമായിട്ട് വകുപ്പ് തല മന്ത്രിയെ സമീപിക്കാനും കാരണമുണ്ടായത്. അതെ, ദേശീയപാത ഓരത്താണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയിലേക്ക് ഇറങ്ങാൻ തന്നെ 100 മീറ്ററിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. തീർച്ചയായിട്ടും അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ അത് തന്നെയാണ്. വളരെ പ്രശ്നത്തിലാണുള്ളത്. ഏത് സമയത്തും ആന ഇറങ്ങാം, ഏത് സമയത്തും വരാം. വളരെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതിൽ അടിയന്തര ഇടപെടൽ നടപടികൾക്ക് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹം അതിന് ബന്ധപ്പെട്ട ആളുകളെ നിർദ്ദേശിക്കുകയോ ചെയ്തു. അതിനപ്പുറത്തേക്ക് ഈ ഫെൻസിങ്ങിൻ്റെ ഒരു സംവിധാനം പെട്ടെന്ന് തന്നെ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതെ, ചവിട്ടി തകർത്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഫെൻസിങ് പല സ്ഥലങ്ങളിലും ഫെൻസിങ് വിജയകരമായി പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അത് പരാജയപ്പെട്ടതായിട്ടും കാണാറുണ്ട്. ഞങ്ങള് മന്ത്രിയെ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി. അതായത് ഇത് വളരെ കാലം മുൻപുള്ള വരവല്ല. കുതിരാൻ റോഡ് അടിപ്പാത നിർമ്മിച്ചതിൻ്റെ അതിന് ശേഷം ആനകൾ മുകളിൽ കൂടി 15 ആള് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. 15 ആനകൾ കടന്നു. എന്നാൽ 27 ആനകൾ ആ വഴിക്ക് വന്നു എന്ന് വേറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും പറയുന്നുണ്ട്. ഏതാണ് ശരിയെന്നറിയില്ല. ആദ്യകാലങ്ങളിൽ കർഷകരുടെ കാർഷിക പ്രവർത്തികളെ ആണ് ആന നശിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ മനുഷ്യന്റെ ജീവനൻ എന്താവും എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ആ പ്രദേശത്തുള്ളത്. പ്രത്യേകിച്ച് ഒലിപ്പാറ കോളനി നിവാസികളും ഉതുവടി ഏറ്റവും അടുത്ത പ്രദേശമായ ടൗണിന്റെ ഏറ്റവും അടുത്ത പ്രദേശമായ ഉതുവടി ഭാഗത്ത് ഈ അടുത്ത ദിവസം ഇറങ്ങി, അവിടെ വർക്ക്ഷോപ്പൊക്കെ ഉള്ള സ്ഥലത്താണ്, അവിടെ ഇറങ്ങി അവിടെ ആന ആകെ നാശമാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആദ്യകാലങ്ങളിലെല്ലാം രാത്രികാലങ്ങളിൽ വന്നിരുന്നത് ചക്ക തിന്നുന്നതിന് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് കിട്ടാത്ത സാഹചര്യത്തിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയെല്ലാം മറച്ചുവിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ പുറമെ ഇത് വീടുകളുടെ തൊട്ടടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കൂടി ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ചില പാവപ്പെട്ടവരുടെ വീടുകളെ എല്ലാതും ലൈഫ് പദ്ധതി പ്രകാരം ടെറസോ വാർപ്പോ ഒന്നും ആവാത്ത ചില വീടുകളുണ്ട്. ചുമര് തുമ്പിക്കൈ കൊണ്ടൊന്നും തൊട്ടാൽ വീഴുന്ന അവസ്ഥയുള്ള വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇത് വന്ന് എന്തെങ്കിലും ഉപദ്രവിച്ചാൽ ഒരാളല്ല 5 ആളും 10 ആളും ഉള്ള വീടുകളുണ്ട്. ആ വീടുകൾക്കും ആ വീട്ടിലെ ആളുകളുടെ ജീവനും നഷ്ടം സംഭവിക്കും. അങ്ങനെ വന്നാൽ ആ പ്രദേശത്തുകാർക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാകും ഉണ്ടാവുക എന്ന് ആണ് ഞങ്ങൾ മന്ത്രിയോട് ധരിപ്പിച്ചത്. മന്ത്രിക്ക് അത് താല്പര്യപ്പെട്ടു. എന്തെന്ന് വെച്ചാൽ ഇത് പൗരാണിക കാലത്ത് അല്ലെങ്കിൽ പുരാതന കാലത്തുള്ളതല്ല. ഈ ആനയുടെ വരവ് അടുത്ത കാലത്ത് ഉണ്ടായതാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി മന്ത്രി അത് ഉൾക്കൊണ്ടു. ആ ഫയല് വളരെ പ്രത്യേകമായി സെക്രട്ടറിക്ക് കൊടുത്തു. ഇത് പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെന്തെങ്കിലും നമുക്ക് പ്രതിവിധിക്ക് വേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും മന്ത്രി എന്നാണ് തോന്നുന്നത്. വളരെ അനുഭാവപൂർവം ഞങ്ങളുടെ മാസ് പെറ്റീഷൻ അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളായ MP ഗിരിജ വല്ലഭൻ, TH ഷരീഫ്, റഫീഖ് പാറപ്പുറം, KK ഫസലു എന്നിവരാണ് മന്ത്രിയെ സന്ദർശിച്ച് നിവേദനം നൽകിയത്. ന്യൂസ് ഡെസ്ക് CCV.